മമ്മൂട്ടിയുടെ ബസുക്ക തിയേറ്ററിൽ എത്തി സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രമാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കും അതുപോലെ തന്നെ ഡിനോ ഡെന്നീസിൻ്റെ സംവിധാനവും എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നെങ്കിലും ചിത്രം സമ്മിശ്ര പ്രതികരണം തന്നെയാണ് പുറത്ത് തീർക്കുന്നത്. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഇതൊന്നും ചിത്രത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാം. 4 മണി വരെ ടാക്കേഴ്സ് നൽകുന്ന കണക്കും പ്രകാരം 2,09,00,000 രൂപയാണ് 966 ഷോയിൽ നിന്ന് ഇത് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു മികച്ച തുടക്കം തന്നെയാണ് ബസൂക്ക നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബസൂക്ക ഒരു 3.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ചിത്രമായിരുന്നു ആലപ്പുഴ ജിൻകാന എന്ന ചിത്രം. ഇത് മികച്ച പ്രതികരണം തന്നെയാണ് നേടി ജൈത്രയാത്ര തുടരുകയാണ്. ഇതിന് സമ്മിശ്ര പ്രതികരണങ്ങൾ വരുന്നുണ്ട്, പക്ഷേ യുവാക്കളെ ആകർഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഈ ചിത്രവും 1,94,00,000 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. ബസൂക്കയ്ക്ക് ഒത്ത എതിരാളി തന്നെയാണ് ഇത്. 842 ഷോയാണ് ഇത് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രകടനവും നമ്മൾ നോക്കി കാണുന്നുണ്ട്. ഇത് ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു ചിത്രമാണ് മരണമാസ്. ഇറങ്ങുന്നതിന് മുമ്പ് യാതൊരുവിധ ഹൈപ്പുമില്ലായിരുന്ന ഒരു ചിത്രം. പ്രീഫെയിൽ ഇനത്തിൽ അതിൻ്റെ കളക്ഷനും വളരെ കുറവായിരുന്നു. പക്ഷേ ചിത്രം ഇറങ്ങിയതിന് ശേഷം മികച്ച ഒരു കോമഡി എൻ്റർടൈനർ എന്ന വിഭാഗത്തിൽ ഈ ചിത്രം വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുകയാണ്. ഫിൽ ജോസഫിൻ്റെ കഥാപാത്രം ജനങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ നേടുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കഥയും സന്ദർഭങ്ങളും എല്ലാം തന്നെ ഒരു മികച്ച പ്രതികരണം തന്നെയാണ് ഈ ചിത്രം നേടുന്നത്. 46 ലക്ഷം രൂപയാണ് ഇത് നേടുന്നത്. 666 ഷോയിൽ നിന്നാണ് ഈ ചിത്രം ഇത്രയും കളക്ഷൻ നേടുന്നത്. മറ്റൊരു ചിത്രമാണ് അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം. തമിഴ്നാട്ടിൽ സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് കുതിക്കുന്ന ഈ ചിത്രം കേരളത്തിലും കുഴപ്പമില്ലാത്ത കളക്ഷൻ നേടുന്നു. തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്, എന്നിട്ട് പോലും 42 ലക്ഷം രൂപ നേടുവാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ തന്നെയായിരിക്കാം ഈ ചിത്രത്തിൻ്റെ കുതിച്ചുകയറ്റം എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം മികച്ച പ്രതികരണം തന്നെയാണ് ഈ ചിത്രം നേടുന്നത്. തലേ അജിത്തിൻ്റെ ഒരു തിരിച്ചുവരവായിട്ടും പ്രേക്ഷകർ ഈ ചിത്രത്തെ കാണുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ പുതിയ കളക്ഷൻ റിപ്പോർട്ടുമായി വീണ്ടും എത്താം.